ദൈവത്തിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് പിന്നെയും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ഒരു അവസരം കൂടെ കർത്താവ് നൽകി. അതിന് നമുക്ക് നന്ദി പറയാം. മനുഷ്യർ ദൈവത്തെ അനുസരിക്കുന്നത് ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. നമ്മുടെ മക്കളായാലും മാതാപിതാക്കളെ അനുസരിക്കുന്നത് നമുക്കും ഇഷ്ടമുള്ള കാര്യമല്ലേ? എന്നതുപോലെ തന്നെ ദൈവവും ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ സൃഷ്ടിയായ മനുഷ്യൻ എല്ലാവരും ദൈവത്തെ അനുസരിക്കണമെന്നും അതുവഴിയായി അവർ അനുഗ്രഹിക്കപ്പെടണം എന്ന് തന്നെയാണ്. നാം അനുഗ്രഹിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ നന്മകൾ ലഭിക്കാനും അനുഗ്രഹം ഉണ്ടാകുവാനും ഇടയായിത്തീരും. സ്തോത്രം. നമുക്ക് 81-ാം സങ്കീർത്തനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. 7-ാമത്തെ വാക്യത്തിൽ, കഷ്ടകാലത്ത് നീ വിളിച്ചു, ഞാൻ നിന്നെ വിടുവിച്ചു. സ്തോത്രം. അപ്പം കഷ്ടകാലം വരുമ്പോൾ നമുക്ക് ദൈവം വേണം, എന്നാൽ നല്ല കാലം വരുമ്പോൾ ദൈവം വേണ്ട. അങ്ങനെയുള്ള ചിന്ത മിക്കവാറും പേരുടെ മനസ്സിലുണ്ട്. സ്തോത്രം. കഷ്ടകാലത്ത് മാത്രം മതി ദൈവത്തിൻ്റെ സഹായം, അല്ലാത്ത കാലത്ത് ദൈവത്തിൻ്റെ സഹായം ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന ധാരാളം പേരും ഉണ്ട്. സ്തോത്രം. ഇതാ നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത. നാം എപ്പോൾ വിളിച്ചാലും അവൻ കേൾക്കും, നമുക്കവൻ ഉത്തരം തരും, നമ്മളെ അവൻ അനുഗ്രഹിക്കും. സ്തോത്രം. ഇതാ ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ കൃപയാൽ ഇത്രത്തോളം അനുഗ്രഹമായി പോകാൻ കാരണം നാം ദൈവത്തെ ഹല്ലേലൂയ ഇടപെടാതെ അന്വേഷിക്കുന്നതും അനുസരിക്കുന്നതും കൊണ്ട് മാത്രമാണ്. സ്തോത്രം. ദൈവം ഇതിൽ കൂടുതൽ നമ്മളെ ഇനിയും അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആ 81-ാം സങ്കീർത്തനത്തിൽ 13-ാമത്തെ വാക്യത്തിൽ ദൈവം തന്നെ ഇങ്ങനെ പറയുന്നു, എൻ്റെ ജനം എൻ്റെ വാക്ക് കേൾക്കുകയും ഇസ്രായേൽ എൻ്റെ വഴികളിൽ നടക്കുകയും ചെയ്യുമെങ്കിൽ കൊള്ളാമായിരുന്നു. സ്തോത്രം. ദൈവം പറയുന്നത് എൻ്റെ ജനം, അതായത് ദൈവമക്കൾ, ദൈവത്തിൻ്റെതായ എല്ലാ മക്കളും ദൈവത്തിൻ്റെ വാക്ക് കേൾക്കുകയും ദൈവത്തിൻ്റെ വഴിയിൽ തന്നെ നടക്കുകയും ചെയ്തെങ്കിൽ കൊള്ളാമായിരുന്നു. സ്തോത്രം. ഒരു പിതാവ് എന്നുള്ള നിലയിൽ നമ്മുടെ ദൈവത്തിന് അത് കണ്ട് സന്തോഷിക്കുവാൻ ആമേൻ ഹല്ലേലൂയ ഇഷ്ടമാണ്. സ്തോത്രം. നമ്മുടെ മക്കൾ നല്ല നിലയിൽ അനുഗ്രഹിക്കപ്പെട്ട് കാണുന്നതും നമ്മുടെ വഴിയിൽ നടക്കുന്നതും നമ്മൾ വെട്ടിത്തെളിച്ചു കൊടുത്ത പാതയിൽ നടക്കുന്നതൊക്കെ നമുക്ക് കാണുമ്പോൾ വളരെ ഇഷ്ടമുള്ള കാര്യമാണല്ലോ. അതുതന്നെയാണ് നമ്മുടെ പിതാവും നമ്മുടെ ദൈവമായവൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തെ അനുസരിച്ചാലും ദൈവത്തിൻ്റെ വഴിയിൽ നടന്നാലും ചില ഗുണങ്ങൾ നമുക്ക് പിന്നെയും ലഭിക്കും എന്നുള്ള കാര്യം കൂടെ അവിടെ ദൈവം പറഞ്ഞു വെച്ചിട്ടുണ്ട്. സ്തോത്രം. ഞാൻ വേഗത്തിൽ അവരുടെ ശത്രുക്കളെ കീഴടക്കുമായിരുന്നു, അവരുടെ വൈരികളുടെ നേരെ എൻ്റെ കൈ തിരിക്കുമായിരുന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, മനുഷ്യർക്ക് എന്നും ശത്രുവുണ്ട്. പ്രധാനമായിട്ടും സാത്താൻ നമ്മുടെ ശത്രുവാണ്. നമുക്കൊരിക്കലും അനുഗ്രഹം ഉണ്ടാകരുത്, നന്മ ഉണ്ടാകരുതെന്ന് ശത്രു അവൻ ആഗ്രഹിക്കുന്നു. ആമേൻ. നമുക്ക് ഒരു നന്മയുടെ വഴി ഒരുങ്ങുവാൻ തുടങ്ങുമ്പോൾ അത് തടയണമെന്ന് മാത്രമാണ് അവൻ്റെ ആഗ്രഹം. നമ്മളൊരിക്കലും ചിരിക്കരുത്, സന്തോഷിക്കരുത്, അനുഗ്രഹം അനുഭവിക്കരുത്, ഇതെല്ലാം അവൻ്റെ ആഗ്രഹമാണ്. എന്നാൽ ദൈവം പറയുന്നത്, എൻ്റെ മക്കൾ എന്നോട് ചേർന്ന് നിന്നിരുന്നെങ്കിൽ, ഞാൻ പറയുന്നവരനുസരിച്ചെങ്കിൽ ആമേൻ ഹല്ലേലൂയ ഏത് പ്രതികൂലത്തെയും ആമേൻ ഹല്ലേലൂയ തകർത്ത് കളഞ്ഞ് ശത്രുവിൻ്റെ പദ്ധതികളെ ഇല്ലാതാക്കി ഞാൻ നിങ്ങളെ മാനിക്കാമായിരുന്നു എന്നാണ് ദൈവം പറയുന്നത്. സ്തോത്രം. അടുത്തതായിട്ട് പറയുന്നു, അവൻ മേത്രമായ ഗോതമ്പ് കൊണ്ട് നമ്മെ പോഷിപ്പിക്കുമായിരുന്നു. സ്തോത്രം. ദൈവം പറയുന്നു, ഞാൻ മേത്രമായ ഗോതമ്പ് കൊണ്ട്, ഗോതമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷ്യവസ്തുക്കൾ, നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ നന്മകൾ, സമൃദ്ധി എല്ലാം അതിനകത്തുണ്ട്. ആമേൻ. ഞാൻ പാറയിൽ നിന്നുള്ള തേൻ കൊണ്ട് അവർക്ക് തൃപ്തി വരുത്തുമായിരുന്നു. സ്തോത്രം. ഈ തൃപ്തി എന്ന വാക്ക് അനുഭവിച്ച് സന്തോഷിക്കുന്നതിനെയാണ് പറയുന്നത്. എല്ലാം മതിയായി മതിയായി മതിയായി. നമ്മളൊരു ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചാൽ ആ ഭക്ഷണം നമ്മൾ ആസ്വദിച്ച് കഴിച്ചു, ഒടുവിൽ നാം പറയും മതി മതി, ഇനി വേണ്ട. നമ്മുടെ വിരുന്നുകാർ നമ്മളെ നിർബന്ധിക്കും, വീട്ടുകാർ നിർബന്ധിക്കും, അല്പം കൂടെ കഴിക്കുക, വേണ്ട, മതി. അതിനർത്ഥം ആ ഭക്ഷണം കഴിച്ചതുകൊണ്ട് നമുക്ക് തൃപ്തി വന്നു എന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങൾ സഫലീകൃതമാകുമ്പോൾ, നമുക്ക് നന്മയുടെ അനുഭവങ്ങൾ വരുമ്പോൾ നാം തന്നെ പറയും,
മതി കർത്താവേ, മതി, കാരണം എനിക്ക് തൃപ്തി വന്നു കഴിഞ്ഞു. സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെ മനുഷ്യനെ തൃപ്തിപ്പെടുത്തുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. സ്തോത്രം. ഇതാ ഏറ്റവും മേത്രമായ കാര്യങ്ങൾ, അത് അവിടെ ഗോതമ്പിൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നെങ്കിൽ അത് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മേത്രമായ കാര്യങ്ങൾ നൽകി തരുവാൻ ദൈവത്തിന് കഴിയും. അത് ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. ആമേൻ. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങൾ നൽകി നമ്മളെ ഹല്ലേലൂയ മാനിക്കാമെന്നാണ് ദൈവം ഹല്ലേലൂയ നമുക്ക് ഉറപ്പ് നൽകുന്നത്. പ്രിയപ്പെട്ടവരെ, ചില വർഷങ്ങളായി ചിലപ്പോൾ ഒറ്റയ്ക്ക് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് നോക്കിയിട്ടും എങ്ങും എത്താതെ ഇരിക്കുന്നുവെങ്കിൽ ഈ ദൈവവചനം കേൾക്കുന്ന നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങളുടെ മനസ്സ് ഒന്ന് ഒരുക്കുക. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഒന്ന് അടുത്ത് വരിക. ദൈവത്തോട് പ്രാർത്ഥിക്കുക. കർത്താവേ, എനിക്ക് അങ്ങയുടെ സഹായം ആവശ്യമാണ്. ഇത്ര നാൾ ഞാൻ ഒറ്റയ്ക്ക് പല കാര്യങ്ങളും ചെയ്തു, എനിക്ക് വിജയത്തിലെത്തുവാൻ സാധിച്ചില്ല. എന്നാൽ ഇന്നു മുതൽ ഇതാ അങ്ങയുടെ വചനത്തിൻ്റെ മുൻപിൽ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. ഞാനിതാ അങ്ങയുടെ വചനമനുസരിച്ച് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങ് പറയുന്നത് പോലെ ഞാൻ എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ദൈവം മുമ്പേ പറഞ്ഞില്ലേ, എൻ്റെ ജനം എൻ്റെ വാക്ക് കേൾക്കുകയും എൻ്റെ വഴികൾ നടക്കുകയും ചെയ്തെങ്കിൽ കൊള്ളാമായിരുന്നുവെന്ന്. സ്തോത്രം. അങ്ങനെ ദൈവത്തിൻ്റെ വചനം വാക്ക് കേൾക്കുകയും ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുകയും ചെയ്താൽ നിശ്ചയമായും അനുഗ്രഹം നമ്മെ തേടി വരും. അതുകൊണ്ട് ഈ വചനം ഏറ്റെടുത്ത് ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെടുവാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ ആഹ്വാനം ചെയ്യുന്നു. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട കർത്താവേ, നല്ല ദിവസത്തിനായിട്ട് കർത്താവേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഹല്ലേലൂയ. മനുഷ്യരുടെ ജീവിതത്തിൻ്റെ എല്ലാ നിയന്ത്രണവും അങ്ങയുടെ കരങ്ങളിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കർത്താവേ, ഹല്ലേലൂയ. അങ്ങേ കൂടാതെ ഈ ലോകത്തിൽ ആർക്കും ഒന്നും നേടുവാൻ സാധ്യമല്ല. കർത്താവേ, ആരെങ്കിലും എവിടെയെങ്കിലും വിജയത്തിൻ്റെ പാതയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിലെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളുണ്ട്, ദൈവത്തിൻ്റെ അനുഗ്രഹ ആശ്വാസങ്ങളുണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, ഇന്ന് കർത്താവേ, സ്തോത്രം, ഹല്ലേലൂയ. ഈ കർത്താവേ സന്ദർഭത്തിൽ ഹല്ലേലൂയ വിവിധ വിഷയങ്ങളാൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർക്കാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവരോട് കർത്താവ് മനസ്സറിയണമേ, കണ്ണുനീരിനെ തുടയ്ക്കണമേ, അവരുടെ അധ്വാനം അങ്ങ് കാണണമേ. ഹല്ലേലൂയ. സ്തോത്രം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവർ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് അങ്ങ് വാക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങയുടെ അടുക്കലേക്ക് വരുന്ന മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവേ, സ്തോത്രം. ജീവിതത്തിൻ്റെ മേടുകളിൽ വിവിധമായ ഭാരങ്ങളാലും പ്രയാസങ്ങളാലും കർത്താവെ അല്ല കഷ്ടപ്പെടുന്നവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ കർത്താവ് സഹായിക്കണമേ. അത്ഭുതത്തിൻ്റെ വഴി കൂടി അവരെ വഴി നടത്തണമേ. അവർക്ക് വേണ്ടി കർത്താവെ അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ. സ്തോത്രം. കടഭാരങ്ങളും ഞെരുക്കവും മാറ്റി കൊടുക്കണമേ. ഉപജീവന വഴികൾ കർത്താവ് തുറന്നു കൊടുക്കണമേ. സമ്പൽ സമൃദ്ധിയിലേക്ക് അവരെ നയിക്കണമേ. കർത്താവേ, ഹല്ലേലൂയ. നല്ല കുടുംബജീവിതം ഒരുക്കി കുഞ്ഞുങ്ങളെ അവിടെ സഹായിക്കണമേ. തലമുറയില്ലാത്ത പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വേഗത്തിൽ ഹല്ലേലൂയ പ്രാർത്ഥന കർത്താവ് കേട്ട് അവർക്ക് മറുപടി നൽകി അവരെ സഹായിക്കണം പറ്റിയോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവെ, രോഗങ്ങളാൽ ഭാരപ്പെടുന്നതിനെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് വിടുതൽ നൽകണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സകല വിഷയത്തിനും എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ പരിഹാരമുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അങ്ങേക്കൊരു കാര്യം അസാധ്യമല്ലെന്ന് ഞങ്ങൾക്കറിയാം. കർത്താവെ, ദൈവത്തിന് സ്തോത്രം. പ്രത്യേകമായിട്ട് ലോകത്തിൻ്റെ സമാധാനത്തെ കെടുത്തുന്ന കർത്താവെ, സ്തോത്ര യുദ്ധങ്ങൾ കർത്താവ് ഹല്ലേലൂയ അതോടൊന്ന് അമർച്ച ചെയ്യണമെന്ന് കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്നു. രാജ്യങ്ങളോട് കർത്താവ് ഇടപെടണമേ. വേഗത്തിൽ കർത്താവ് ഹല്ലേലൂയ ലോക സമാധാനത്തിന് തടസ്സമായി വ്യാപരിക്കുന്ന എല്ലാവിധമായ യുദ്ധതന്ത്രങ്ങളെയും യുദ്ധത്തെയും കർത്താവ് നിർത്തി ലോകത്തിൽ സമാധാനം നൽകുന്നത് കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്നു. അമേരിക്കയോടും ഇസ്രായേലിനോടും ഇറാനോടും അങ്ങ് കർത്താവെ ഇടപെടണമേ. വേറെ ആരും ഇനി ആ യുദ്ധത്തിൽ കർത്താവെ കക്ഷി ചേരുവാനും അത് കർത്താവെ ഹല്ലേലൂയ അനർത്ഥത്തിലേക്ക് പോകാനിടയാകാതെ കർത്താവെ നിയന്ത്രിക്കണ കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്നു. വിദേശ രാജ്യങ്ങളിലൊക്കെ ആയിരിക്കുന്ന ഗൾഫിലെ മേഖലയിലൊക്കെ ആയിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് മുദ്രയിട്ട് സൂക്ഷിക്കുന്ന സ്തോത്രം. കർത്താവെ, ഹല്ലേലൂയ. കർത്താവെ, ഇന്ന് കർത്താവെ ഈ മെസ്സേജ് കേട്ട എല്ലാ പ്രിയപ്പെട്ട കർത്താവ് അനുഗ്രഹിച്ചനാ സ്തോത്രം. അങ്ങ് കർത്താവെ ഹല്ലേലൂയ ദൈവവചനത്തിൽ കൂടി ഞങ്ങളുടെ മക്കളെ അവിടെ നിന്ന് അനുഗ്രഹിച്ചല്ലോ. കർത്താവെ, അവർക്ക് വേണ്ടതായ നല്ല ബുദ്ധിയും ആലോചനയും പറഞ്ഞു കൊടുത്തനാ സ്തോത്രം. കർത്താവെ, ഹല്ലേലൂയ. അങ്ങ് എല്ലാവരെയും അനുഗ്രഹിച്ചനായ സ്തോത്രം. അങ്ങ് പ്രാർത്ഥനയുടെ സ്തോത്രം. സകലവും കേൾക്കുന്ന അൻപുള്ള യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോട് കേട്ട് ഉത്തരം വരപ്പെടാകണം സ്വർഗീയ പിതാവേ. ആമേൻ. കരിസ്മ പ്രയർ മിനിസ്റ്ററുടെ എല്ലാ പ്രാർത്ഥനയും പ്രിയപ്പെട്ടവരാ നിങ്ങളോടൊപ്പം ഉണ്ട്. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കും. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.